ഹായ്, എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ ഫേസ് ടു ഫേസൊക്കെ കണ്ടിട്ടും സംസാരിച്ചിട്ടും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും കാണുന്നില്ല. സൗണ്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഓരോരോ പ്രശ്നങ്ങൾ എന്നെ ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞുകൊണ്ടേയിരിക്കുക. ഒന്ന് മാറുമ്പോൾ, രണ്ട് മാറുമ്പോൾ, മൂന്ന് മാറുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ആയിട്ടൊന്നും ഇല്ല കേട്ടോ, കാരണം കുറച്ച് ദിവസമായില്ലേ നമ്മൾ നേരിട്ടൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വർത്തമാനം പറയാമെന്ന് വിചാരിച്ച് വന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കടയിലാണ്. രാവിലെ കട തുറന്നായിരുന്നു. ഇന്നലെ മോനെ സ്കൂളിലൊക്കെ വിട്ടു. ഇന്നലെ കട തുറന്നുമില്ല. എന്തായാലും ആ സ്കൂളിൽ പോയി. പ്രശ്നങ്ങൾ എന്താ പറയുക, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ എല്ലാവരുമായിട്ട് ഞാൻ ചെയ്യാറില്ല. എന്നാൽ പോലും ചിലരായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രശ്നം അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം കുറേയൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, അതാണ് മെയിനായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ജീവിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. അതേസമയം ഇനിയുള്ള കുറച്ച് കാലമെങ്കിലും നമ്മൾ നമുക്കും കൂടെ വേണ്ടിയിട്ടൊന്ന് ജീവിച്ച് നോക്കുക. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും വേണ്ടിയിട്ടും മറ്റു വീട്ടിലെയും കുടുംബവും ഭർത്താവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം കളന്ന് അവരെ ഒരുപാട് സ്നേഹിച്ചെങ്കിൽ പോലും നമുക്കത് തിരിച്ച് വേണ്ടത്ര രീതിയിൽ ലഭിക്കുന്നില്ല. പല പ്രശ്നങ്ങളും വരുമ്പോഴും അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഇനിയെങ്കിലും എൻ്റേതായ കുറച്ച് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഒരുപാടൊന്നും പറ്റിയില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും നമ്മുടേതായ ആഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്നാണ് ആഗ്രഹം. അപ്പം ദൈവം ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഭവം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ നോക്കാതെ അത് നടത്താൻ പോലുമുള്ള താല്പര്യമില്ലാണ്ടാണ് നമ്മുടെ കൂടെയുള്ളവർ നിൽക്കുന്നത്. എനിക്കെന്തായാലും കൈ കിട്ടിയത് കളയാനൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഒരുപാട് ആഗ്രഹം. അപ്പം വീഡിയോ ഇടാത്തതിൽ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് വന്ന് വല്ലപ്പോഴും 1-2 വീഡിയോ ഇടുന്നു, അങ്ങനെ പോകുന്ന ഒരാളാണെന്നായിരിക്കാം പൊതുവെ എല്ലാവരും എൻ്റെ ഫോളോവേഴ്സൊക്കെ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ അതല്ല കേട്ടോ, സത്യത്തിൽ അങ്ങനെയല്ല. പിന്നെ മഴ സമയത്താണെങ്കിൽ ഫോണിലൊന്നും ചാർജ് തീരെ ഉണ്ടായിരുന്നില്ല. മഴയുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിടണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാണ്. ഭയങ്കര മഴയായിരുന്നു. കറണ്ടും ചാർജും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പല ബുദ്ധിമുട്ടുകൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഓരോരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് പേഴ്സണലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസിലേക്കൊന്നും വരാത്ത. അല്ലാണ്ട് മനഃപൂർവ്വം ഞാൻ വീഡിയോ ഇടാത്തതോ എന്താ പറയണ്ടേ, യൂട്യൂബ് ശരിക്കും അതൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു സംഭവമാണ്. യൂട്യൂബ് ചാനലും എന്താ പറയുക, ഫേസ്ബുക്ക് ID, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം എനിക്ക് എൻ്റെ ഒരു സമയം പോക്കല്ല, എനിക്ക് കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത കുറച്ച് മാർഗ്ഗങ്ങളാണിതൊക്കെ. അപ്പോൾ അത് സന്തോഷം കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ആരൊക്കെയോ ഉണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒത്തിരി പേര് എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്തോ വലിയൊരു ഫാമിലി എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെയാണ് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും അത് ഊട്ടിയുറപ്പിച്ച് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും ദൈവം അതിനുള്ളൊരു ചാൻസും ഇതും ദൈവം തരട്ടെ എന്ന് ഞാൻ പറയുന്നു. എന്നും കുഞ്ഞു കുഞ്ഞു വീഡിയോയെങ്കിലും, കുഞ്ഞു വിശേഷങ്ങളെങ്കിലും അടങ്ങിയൊരു വീഡിയോ ഇടാനായിട്ട് എനിക്ക് പറ്റട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ നന്ദി പറഞ്ഞു നിർത്തുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബൈ.